BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ ഇന്ത്യ എംബസി ഓപ്പൺ ഹൗസ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബും എംബസിയുടെ കോൺസുലർ സംഘവും അഭിഭാഷക സമിതിയും പങ്കെടുത്തു. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം, പഞ്ചാബി ഭാഷകളിൽ നടത്തിയ ഓപ്പൺ ഹൗസിൽ ഏകദേശം 50 ഇന്ത്യൻ പൗരന്മാർ പങ്കെടുത്തു. എംബസിയിലെ കോൺസുലർ ഹാളിൽ നടന്ന ഹിമാചൽ പ്രദേശ് ടൂറിസം പ്രൊമോഷൻ പരിപാടിയെക്കുറിച്ച് അംബാസഡർ വിശദീകരിച്ചു. ഭാരത് കുജാനിയ ക്വിസിൽ പങ്കെടുക്കാൻ അംബാസഡർ അഭ്യർത്ഥിച്ചു. നവംബർ 14 എംബസി പരിസരത്ത് വെച്ച് മനുഷ്യക്കടത്ത് സംബന്ധിച്ച് ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചതിന് അംബാസഡർ MLA IOM-നും നന്ദി അറിയിച്ചു. പ്രവാസി സമൂഹത്തെ പരിപാലിക്കുന്നതിൽ ബഹ്റൈൻ സർക്കാരിന്റെയും ഭരണാധികാരികളുടെയും തുടർച്ചയായ പിന്തുണയ്ക്കും സഹകരണത്തിനും അദ്ദേഹം നന്ദി പറഞ്ഞു. ഓപ്പൺ ഹൗസിൽ പങ്കെടുത്തവർ ഉന്നയിച്ച പരാതികളും പ്രശ്നങ്ങളും ഭൂരിഭാഗവും പരിഹരിക്കപ്പെട്ടു. മറ്റുള്ളവ എത്രയും വേഗം ഏറ്റെടുക്കുമെന്നും എംബസി അറിയിച്ചു. ഓപ്പൺ ഹൗസിൽ സജീവമായി പങ്കെടുത്തതിന് എല്ലാ ഇന്ത്യൻ അസോസിയേഷനുകൾക്കും കമ്മ്യൂണിറ്റി അംഗങ്ങൾക്കും ഇന്ത്യൻ സ്ഥാനപതി നന്ദി രേഖപ്പെടുത്തി. ബഹ്റൈൻ കേരളീയ സമാജവും DC ബുക്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന BKSDC അന്താരാഷ്ട്ര പുസ്തകമേളയുടെ 8ാം പതിപ്പ് പുരോഗമിക്കുന്നു. കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മേളയുടെ 8ാം പതിപ്പ് പ്രശസ്ത ചലച്ചിത്ര താരവും സംവിധായകനും എഴുത്തുകാരനുമായ പ്രകാശ് രാജാണ് ഉദ്ഘാടനം ചെയ്തത്. DC ബുക്സ് ഉടമയും പുസ്തകമേളയുടെ സംഘാടകരിൽ ഒരാളുമായ രവി DC ചടങ്ങിൽ പങ്കെടുക്കുകയും DC ബുക്സിന്റെ 46ാം വാർഷികത്തിന്റെ ഭാഗമായി 1000 ദിനാർ വിലയുള്ള പുസ്തകങ്ങൾ സമാജം ലൈബ്രറിക്ക് കൈമാറുകയും ചെയ്തു. സമാജം ആക്ടിംഗ് ജനറൽ സെക്രട്ടറി മഹേഷ് പിള്ള സ്വാഗതം ആശംസിച്ച ഉദ്ഘാടന ചടങ്ങിൽ പുസ്തകമേളയുടെ ജനറൽ കൺവീനർ ഹരീഷ് നായർ പുസ്തകമേളയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയും സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനയചന്ദ്രൻ R നായർ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ഉദ്ഘാടനാനന്തരം പ്രകാശ് രാജുമായുള്ള മുഖാമുഖവും നടന്നു. പ്രകാശ് രാജ് രചിച്ച നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന പുസ്തകം അദ്ദേഹത്തിന്റെ കയ്യൊപ്പോടെ വാങ്ങാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി സമാജം ഫോട്ടോഗ്രാഫി ക്ലബ്ബ് സംഘടിപ്പിച്ചിരുന്ന ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും സമാജം വനിതാവേദി അമ്മമാർക്കും കുട്ടികൾക്കുമായി ജനുവരിയിൽ നടത്തുന്ന വൗ മാം എന്ന മത്സര പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനവും ചടങ്ങിനോടനുബന്ധിച്ച് പ്രകാശ് രാജ് നിർവഹിച്ചു. ബഹ്റൈനിലെ നൃത്ത സംവിധായകർ അണിയിച്ചൊരുക്കിയ നൃത്താവിഷ്കാരങ്ങളോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കമായത്. സമാജം ആക്ടിംഗ് ജനറൽ സെക്രട്ടറി മഹേഷ് പിള്ള സ്വാഗതം ആശംസിച്ചു. പുസ്തകമേളയുടെ ജനറൽ കൺവീനർ ഹരീഷ് നായർ പുസ്തകമേളയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനയചന്ദ്രൻ R നായർ കൃതജ്ഞതയും രേഖപ്പെടുത്തി. പ്രകാശ് രാജ് രചിച്ച നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന പുസ്തകം അദ്ദേഹത്തിന്റെ കയ്യൊപ്പോടെ വാങ്ങാൻ നിരവധി പേരാണ് കാത്തുനിന്നത്. കുട്ടികൾക്കായുള്ള 2500-ലധികം ഇംഗ്ലീഷ്, മലയാളം പുസ്തകങ്ങൾ ഉൾപ്പെടെ 6000-ലധികം ശീർഷകങ്ങളിലായി 1,00,000-ലധികം പുസ്തകങ്ങളാണ് പുസ്തകമേളയിൽ വായനക്കാർക്കായി ഒരുക്കിയിരിക്കുന്നതെന്നും സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള അറിയിച്ചു. മലയാളം പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് കഥ പറയാനും കഥ കേൾക്കാനുമായി ഒരിടത്തൊരിടത്ത് എന്ന കഥാവേദി, വിവിധ കലാപരിപാടികൾ, ചിത്രകലാ പ്രദർശനം, ഫോട്ടോഗ്രാഫി പ്രദർശനം, ഭാഷാ മത്സരങ്ങൾ, സ്പോർട്ട്, ക്വിസ്, ഫുഡ് സ്റ്റാളുകൾ എന്നിവയും പുസ്തകമേളയുടെ ഭാഗമായി എല്ലാ ദിവസവും ഉണ്ടായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. പുസ്തകമേളയുടെ 2ാം ദിനമായ ഇന്നലെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൽ എഴുതിയ അഖിൽ P ധർമ്മജനായിരുന്നു അതിഥിയായി എത്തിയത്. പ്രശസ്ത കഥാകൃത്തായ അനന്തപത്മനാഭൻ, യുവ എഴുത്തുകാരിൽ ശ്രദ്ധേയനായ ലതീഷ് കുമാർ, മാധ്യമപ്രവർത്തകനായ ഉണ്ണി ബാലകൃഷ്ണൻ, ചലച്ചിത്ര താരവും അവതാരകയുമായ അശ്വതി ശ്രീകാന്ത്, സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധേയയായ ഡോക്ടർ സൗമ്യ സരിൻ തുടങ്ങിയവർ വരും ദിവസങ്ങളിലും അതിഥികളായി എത്തും. ബഹ്റൈൻ കരുവന്നൂർ കുടുംബം ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷരാവ് ഡിസംബർ 26 വൈകുന്നേരം 7 മണിക്ക് സൽമാനിയ ഇന്ത്യൻ ഡിലൈറ്റ് ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. ഉദ്ഘാടക സമിതി പ്രസിഡന്റ് CB MP-യുടെ അധ്യക്ഷതയിൽ ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നു. യോഗത്തിൽ രഘുനാഥ് KC, ഷാജഹാൻ കരുവന്നൂർ, ശ്രീനിവാസൻ KV നന്ദൻ കരുവന്നൂർ, ലാൽ C ഹാരിസ്, K ആന്റണി, KK ബിന്ദ്യ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികളായി അനൂപ് അഷ്റഫ്, CB MP, ജെൻസിലാൽ AV എന്നിവരെ തെരഞ്ഞെടുത്തു. ബഹ്റൈൻ മലയാളി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളോടെ നവംബർ 29 വെള്ളിയാഴ്ച സൽമാനിയ ഇന്ത്യൻ ഡിലൈറ്റ് റെസ്റ്റോറന്റ് പാർട്ടി ഹാളിൽ നടത്തിയ കുടുംബ സംഗമത്തിന്റെ സാംസ്കാരിക സമ്മേളനത്തിൽ പ്രസിഡന്റ് ധന്യ സുരേഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പ്രജിത് പിതാംബരൻ സ്വാഗതം ആശംസിച്ചു. എന്റർടൈൻമെന്റ് സെക്രട്ടറി MS പ്രദീപ് അവതാരകനായ കലാവിരുന്നിൽ മറ്റ് ഭാരവാഹികളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും സംഗീത നിശയ്ക്ക് നേതൃത്വം നൽകി. ടീം പത്തേമാരി, ടീം സിത്താർ മ്യൂസിക് ഇവന്റ്സ് എന്നിവരുടെ സംഗീത സന്ധ്യയും അരങ്ങേറി. സഹൃദയ പയ്യന്നൂർ ചിലങ്ക ടീമിന്റെ സിനിമാറ്റിക് ഫ്യൂഷൻ ഡാൻസും പരിപാടികൾക്ക് മിഴിവേകി.
IYCC ബഹ്റൈൻ ഹിദ് അറാത്ത് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയനാട് ലോക്സഭ, പാലക്കാട്, ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തിയ പ്രവചന മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. മികച്ച പങ്കാളിത്തമുണ്ടായിരുന്ന മത്സരത്തിൽ പാലക്കാട് നൂറുദ്ദീൻ CP, വയനാട് ധന്യ ബെൻസി, ചേലക്കര ശരത് വിനോദ് എന്നിവരെയാണ് വിജയികളായി പ്രവചനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്തത്. ജനാധിപത്യ സംവിധാനത്തിലെ വോട്ടിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനായി ഇത്തരത്തിലുള്ള പരിപാടി നടത്താൻ മുന്നോട്ട് വന്ന ഏരിയ കമ്മിറ്റിയെയും മത്സരത്തിൽ വിജയികളായവരെയും IYCC ദേശീയ കമ്മിറ്റി അഭിനന്ദിച്ചു. വിജയികൾക്കുള്ള സമ്മാന വിതരണം IYCC പൊതുപരിപാടിയിൽ നടക്കുമെന്നും ഹിദ് അറാത്ത് ഏരിയ പ്രസിഡന്റ് റോബിൻ കോശി, സെക്രട്ടറി നിതിൻ ചെറിയാൻ, ട്രഷറർ ഹനീഷ് സദാനന്ദൻ, പ്രോഗ്രാം കോർഡിനേറ്റർ നിസാം NK എന്നിവർ അറിയിച്ചു. ആസ്മ, തുമ്മൽ, ജലദോഷം തുടങ്ങിയ അസുഖങ്ങൾക്ക് ഡോക്ടർമാർ മിക്കപ്പോഴും കുറിച്ചു തരുന്ന മോണ്ടുലാക്കസ് ഗുളികകൾ ചില രോഗികളിൽ ഗുരുതരമായ മാനസിക പ്രശ്നങ്ങളും ആത്മഹത്യാ പ്രേരണയും ഉണ്ടാക്കുന്നുവെന്ന് അമേരിക്കൻ ഗവേഷകർ കണ്ടെത്തിയതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട്. മോണ്ടെയർ, സിംഗുലർ എന്നീ പേരുകളിൽ ഈ ഗുളിക വിൽക്കുന്നുണ്ട്. കുട്ടികളടക്കമുള്ള ആസ്മ രോഗികൾ ഇൻഹേലറിന് പകരമായും മോണ്ടുലാക്കാസ് ഗുളിക കഴിക്കാറുണ്ട്. ഇതുമൂലമുണ്ടാകുന്ന ന്യൂറോ സൈക്കാട്രിക് പ്രശ്നങ്ങളെയും ആത്മഹത്യകളെയും സംബന്ധിച്ച് 2019 മുതൽ സോഷ്യൽ സൈറ്റുകളിലും FDA എന്ന US ഫുഡ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ട്രാക്കിംഗ് സിസ്റ്റത്തിലും റിപ്പോർട്ടുകൾ പെരുകിയത് മൂലം നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുണ്ടക്കൈ ദുരിതബാധിതർക്കായി ഒന്നും ചെയ്യുന്നില്ലെന്ന് പ്രിയങ്ക ഗാന്ധി MP. പുനരധിവാസം വേഗത്തിലാക്കണമെന്നും അത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും അവർ പറഞ്ഞു. അതിൽ രാഷ്ട്രീയം കലർന്നത് ശരിയല്ല. ദുരന്തമുണ്ടായപ്പോൾ ജനങ്ങൾ ഒരുമിച്ച് നിന്നതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരും ഒരുമിച്ച് നിൽക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നന്ദി അറിയിക്കാൻ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ 2 ദിവസത്തെ സന്ദർശനത്തിനെത്തിയതായിരുന്നു പ്രിയങ്ക ഗാന്ധി. മലപ്പുറത്തെയും കോഴിക്കോട്ടെയും സന്ദർശനം പൂർത്തിയാക്കി വയനാട് ജില്ലയിലെത്തിയ പ്രിയങ്ക മാനന്തവാടിയിലെ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു. ഇന്ത്യയിലെ ഓരോ പൗരന്റെയും തുല്യത തങ്ങൾ ഉറപ്പു നൽകുന്നു. വന്യജീവി സംഘർഷം, രാത്രിയാത്രാ നിരോധനം, ആദിവാസി മേഖലകളിലെ പ്രശ്നം എല്ലാം പരിഹരിക്കപ്പെടണമെന്നും കോൺഗ്രസ് നേതാവ് പറഞ്ഞു. വയനാടിന്റെ വിനോദസഞ്ചാര മേഖല, കാർഷിക വൃത്തി, ഭക്ഷ്യസുരക്ഷ എന്നിവയ്ക്കെല്ലാം മുൻഗണന നൽകുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.